ഇത് ലേലത്തിൽ പോയത് 350 പൗണ്ടിനാണ്, അതായത് ഏകദേശം 35,000 ഇന്ത്യൻ റുപ്പി. വീഡിയോ പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാർ ഓപ്ഷനിൽ നിന്ന് വണ്ടി ലേലം ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നോ ഐഡിയ. എന്ത് വിളിക്കൂ? എല്ലാ ഐഡിയ ഉണ്ടോ? എത്ര? 6 5,300 പോയി. ലേലം വിളിക്കാനുള്ള ആൾക്കാർ മൊത്തത്തിൽ ഈ വണ്ടികളുടെ ഇടയിൽ കൂടെ പോയി വണ്ടികളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് റാൻഡം പോലെ. ഹായ് ഗൈസ്, ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത കാർ ഓപ്ഷൻ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയ. 6 മണിക്കാണ് നമുക്ക് കാർ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ നേരത്തെ വന്നുകൊണ്ട് തന്നെ ഇവിടെ കാറുകൾ കുറവാണ് പാർക്ക് ചെയ്തേക്കണേ. ഏകദേശം 6 മണി കഴിയുമ്പോഴേക്കും ഈ പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫില്ലാവും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രീമിയം കാറുകളാണ്. പ്രീമിയം കാറുകൾ ഈ ഷെഡിലേക്കാണ് അവർ ഇട്ടേക്കണത്. അപ്പോൾ കുറഞ്ഞ കാറുകളൊക്കെ അവർ പുറത്തായിട്ട് യാർഡിൽ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ഈ സ്ഥലമെന്ന് എന്നോട് ചോദിച്ചു. ഇതെന്ന് വെച്ചാൽ ഹെറിഫോർഡ് കൗണ്ടിയുടെ ഉള്ളിൽ വരുന്ന ലെമസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കാർ ഓപ്ഷൻ നടക്കുന്നത്. ഈ ഒരു കാർ ഓപ്ഷൻ്റെ പേര് ലെമസ്റ്റർ കാർ ഓപ്ഷൻ എന്നാണ്. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് കിട്ടും. അപ്പോൾ എൻ്റെ കാർ ഓപ്ഷൻ്റെ കഴിഞ്ഞ വീഡിയോ കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. പക്ഷേ എനിക്ക് അതിലും സന്തോഷം തോന്നിയത് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന കുറച്ച് പേരെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു കാർ ലേലം വിളിച്ചെടുത്തിട്ട് അത് നമുക്ക് വെറുത്താവാനായിട്ട് 50-50 ചാൻസാണ് ഉള്ളത്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു വണ്ടികൾ നമ്മൾ നോക്കണ മാതിരി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാനോ ഓടിച്ച് നോക്കാനോ നമുക്കിവിടെ സാധിക്കില്ല. ജസ്റ്റ് റാമ്പിലേക്ക് വരുന്ന ഫ്യൂ സെക്കൻഡ് മാത്രമേ നമുക്ക് വണ്ടി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ഒരിക്കലും വണ്ടിയുടെ കംപ്ലയിൻറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ലേലം വിളിച്ച് കണ്ടേക്കണത് ഒന്നല്ലെങ്കിൽ വർക്ക്ഷോപ്പുകാർ അതല്ലെങ്കിൽ കച്ചവടക്കാരായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആ ലേലം വിളിച്ച വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നാൽ അവർക്കത് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ലൈക്ക് ഒരു വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൻ്റെ ടീമോ അവരുടെ കൂടെ ഉണ്ടാവും. പിന്നുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കാറുകളൊക്കെ ലേലം വിളിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാർ വന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഡോറ് തുറക്കാനോ വേറെ വണ്ടി സ്റ്റാർട്ടാക്കാനോ നമുക്ക് പറ്റില്ല, ഓൾറെഡി ലോക്കായിരിക്കും. അപ്പോൾ വർക്ക്ഷോപ്പുകാരെ നിങ്ങൾക്ക് ഇതിനിടയിൽ കാണാൻ പറ്റും. വർക്ക്ഷോപ്പുകാരും ആൾക്കാർ വണ്ടി ലേലം വിളിക്കാനുള്ള ആൾക്കാർ മൊത്തത്തിൽ ഈ വണ്ടികളുടെ ഇടയിൽ കൂടെ പോയി വണ്ടികളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് റാൻഡം പോലെ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ലേലത്തിൽ ഒരു കാർ ലേലം വിളിച്ച് നമുക്കായിട്ട് ഉറപ്പിച്ചെന്ന് വെച്ചോ, എങ്കിൽ പോലും നമുക്ക് ആ കാർ കിട്ടണമെന്നില്ല. ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഞാൻ എൻ്റെ കാർ ഈ കാർ ഓപ്ഷനിൽ സെല്ലിങ്ങിന് ഇട്ടു. അപ്പോൾ ഞാൻ ആ കാറിനെ എക്സ്പെക്റ്റ് ചെയ്തേക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 2,000 പൗണ്ടാണ്. പക്ഷേ ഇത് ലേലം വിളിയിൽ മാക്സിമം ഒരു 1,500 വരെ പോയുള്ളൂ എന്ന് വിചാരിക്കുക. ആ 1,500 ലേലം ഉറപ്പിച്ച് അങ്ങനെ ഈ വണ്ടി റാമ്പിൽ നിന്ന് മാറ്റിയിട്ട ശേഷം അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്യും. എന്നിട്ട് പറയും നിങ്ങൾ 2,000 ഇട്ടേണേ, 1,500 വരെ മാക്സിമം ഇതിനകത്ത് ലേലത്തിൽ പോയുള്ളൂ, നിങ്ങൾക്ക് ഈ 1,500 സെല്ല് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കും. അപ്പം നമുക്ക് ആ എമൗണ്ട് ഓക്കെ ആണെങ്കിൽ ആ കാറ് ലേലം വിളിച്ച ആൾക്ക് കിട്ടും. അതല്ല നമുക്ക് ആ റേറ്റ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ആ ലേലം ക്യാൻസൽ ചെയ്ത് അടുത്ത ലേലം വിളിയിലേക്ക് കാറ് മാറ്റിയിടും. നെക്സ്റ്റ് വീക്കിലുള്ള ലേലം വിളിയിൽ വീണ്ടും ആ കാർ ഇടും. പിന്നെ ഇവിടെ എക്സ്ട്രാ 1 പൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടികളുടെ മോൾ ഡീറ്റെയിൽ അടങ്ങിയ ഒരു പേപ്പർ കിട്ടും. അതിനകത്ത് ഓരോ RC ഓണർ എത്ര വരെയാണ് എക്സ്പെക്റ്റ് ചെയ്തേക്കുന്ന റേറ്റ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ റേറ്റ് വെച്ചിട്ട് നമുക്കൊരു പ്രൈസ് മനസ്സിലാക്കാൻ വേണ്ടി എത്ര രൂപയ്ക്ക് ലേലത്തിൽ പോരും എന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ പൊതുവെ കാറ്റഗറി വണ്ടികളൊന്നും വരാറില്ല, HBI ക്ലിയർ വണ്ടികളാണ് ഓൾ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് റെയറായിട്ടൊക്കെ ഒരു കാറ്റഗറി വണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവർ പ്രത്യേകം കാറ്റഗറി വണ്ടിയാണെന്ന് എടുത്ത് പറഞ്ഞിട്ടാണ് അത് ലേലം ചെയ്യാറ്. അപ്പോൾ ഞാനിന്ന് കുറച്ച് നേരത്തെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇത്ര നേരത്തെ ഇവിടെ വന്നേക്കണ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാർ മാത്രമാണ്. അവർ വണ്ടികൾ നോക്കുന്നുണ്ട്, വണ്ടികളുടെ മോഡലുകളൊക്കെ നോക്കി അവർക്ക് എത്ര രൂപയ്ക്ക് ലേലം വിളിച്ചാൽ ലാഭം ഉണ്ടാവും എന്നൊക്കെ അവരുടെ പേപ്പറിൽ എഴുതി വയ്ക്കുന്നവിടെ കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് 6 മണിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് വണ്ടികൾ നേരത്തെ റാമ്പിലേക്ക് നിരനിരയായിട്ട് ഓർഡർ അനുസരിച്ച് ഇട്ട് തുടങ്ങിയവർ. ഇവിടെ പൊതുവേ കാറുകളാണ് ലേലത്തിൽ പോകാറും ലേലം വിളിക്കാറും. പക്ഷേ ഇവിടെ ആദ്യമായിട്ട് ഞാനൊരു കവാസാക്കിയുടെ ഒരു ബൈക്ക് കണ്ടത്. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ക്യാൻറ്റീൻ കണ്ട് അവിടെ നിന്ന് ഒരു സോസേജ് റോളും ടീയൊക്കെ വാങ്ങിച്ച് ഞാൻ എൻ്റെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ആ മൂലയ്ക്ക് ഇരിപ്പായി. അപ്പോൾ ഈ ലേലത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടും രജിസ്റ്റർ ചെയ്യാം, ഓൺലൈനായിട്ടും രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന ആൾക്കാർ അവിടെ രജിസ്റ്റർ ചെയ്യണത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റലോഗാണിത്. ഇവിടെ 1 പൗണ്ട് കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് ഈ ഓഫീസിൽ നിന്ന് നമുക്ക് കാറ്റലോഗ് കളക്ട് ചെയ്യാൻ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ സമയം ഏകദേശം 6 മണിയുടെ അടുത്തായി. ലേലം വിളി തുടങ്ങാനുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഒരുങ്ങി. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു മലയാളിയാണ്. ആൾ ലേലം വിളിക്കാനായിട്ട് വന്നതാണ്. ടോക്കനൊക്കെ എടുത്ത ആൾ റെഡിയാണ് ലേലം വിളിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ലേലം വിളി സ്റ്റാർട്ട് ചെയ്തു. ഇത് സ്കോഡ ഒക്ടാവിയാണ്, 2011 മോഡലാണ്, ഡീസലാണ് വണ്ടി.
ഇത് ഏകദേശം 1,30,000 മൈൽ ഓടിയ വണ്ടിയാണ്. ഇത് ലേലത്തിൽ പോയത് 550 പൗണ്ടിനാണ്, അതായത് ഏകദേശം 55,000 ഇന്ത്യൻ റുപ്പി. ഇത് മിനി കൂപ്പറാണ്, 2011 മോഡലാണ്, പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ 63,000 മൈലേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി 500 പൗണ്ടിനാണ് ലേലത്തിൽ പോയത്, അതായത് ഏകദേശം 50,000 ഇന്ത്യൻ റുപ്പി. ഇത് ലാൻഡ് റോവറിൻ്റെ ഫ്രീലാൻഡറാണ്, 2010 മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് വരുന്നതിന്. ഏകദേശം 1,85,000 മൈൽ ഓടിയ വണ്ടിയാണ്. 550 പൗണ്ടിനാണ് ഈ വണ്ടി സെയിലായത്, അതായത് ഏകദേശം 55,000 ഇന്ത്യൻ റുപ്പി. ഇത് സിട്രോണിൻ്റെ C3 എന്ന് പറഞ്ഞ മോഡലാണ്, 2011 മോഡലാണ്. അതുകൂടാണ്ട് ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം 1,25,000 മൈൽ ഓടിയ വണ്ടിയാണ്. 550 പൗണ്ടിനാണ് ഈ വണ്ടി സെയിലായത്, അതായത് ഏകദേശം 55,000 ഇന്ത്യൻ റുപ്പി. ഇത് വോക്സ്വാഗണിൻ്റെ ആസ്ട്ര എന്ന് പറഞ്ഞ മോഡലാണ്, 2010 മോഡലാണ്, പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കണ മൈൽ എന്ന് പറഞ്ഞാൽ 1,07,000 മൈലാണ്. ഇത് ലേലത്തിൽ പോയത് 500 പൗണ്ടിനാണ്, ഏകദേശം 50,000 ഇന്ത്യൻ റുപ്പി. ഇത് BMW 3 സീരീസ് ആണ്, 2008 മോഡലാണ്, പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം 1,15,000 മൈൽ ഓടിയതാണ്. ഇത് ലേലത്തിൽ പോയത് 550 പൗണ്ടിനാണ്, അതായത് ഏകദേശം 55,000 ഇന്ത്യൻ റുപ്പി. ഇത് Audi A3 ആണ്, 2009 മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കുന്നത് 1,97,000 മൈലാണ്. ഇത് ലേലത്തിൽ പോയത് 650 പൗണ്ടിനാണ്, അതായത് ഏകദേശം 65,000 ഇന്ത്യൻ റുപ്പി. ഇത് വോക്സ്വാഗൺ ഗോൾഫാണ്, 2007 മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം 1,89,000 മൈൽ ഓടിയതാണ്. ഇത് 350 പൗണ്ടിനാണ് ലേലത്തിൽ പോയത്, ഏകദേശം 35,000 ഇന്ത്യൻ റുപ്പി. ഇത് മസ്തയുടെ CX5 എന്ന് പറഞ്ഞൊരു മോഡലാണ്, 2013 മോഡലാണ് വണ്ടി വരുന്നത്, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കുന്നത് 1,34,000 മൈലാണ്. ഇത് ലേലത്തിൽ പോയത് 1,700 പൗണ്ടിനാണ്, അതായത് ഏകദേശം 1,10,000 ഇന്ത്യൻ റുപ്പി. ഇത് വോക്സ്വാഗണിൻ്റെ സഫീറ എന്ന് പറഞ്ഞ മോഡലാണ്, 2010 മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കുന്നത് 1,18,000 മൈലാണ്. ഇത് സെയിലായത് 400 പൗണ്ടിനാണ്, അതായത് ഏകദേശം 40,000 ഇന്ത്യൻ റുപ്പി. ഇത് ടൊയോട്ടയുടെ എസ്റ്റിമ എന്ന് പറഞ്ഞ മോഡലാണ്, 2007 മോഡലാണ്, പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം ഓടിയേണ്ട 1,90,000 മൈലാണ്. ഇത് 700 പൗണ്ടിനാണ് സെയിലായത്, അതായത് ഏകദേശം 70,000 ഇന്ത്യൻ റുപ്പി. ഇത് BMW X3 ആണ്, 2006 മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം ഓടിയാണ് 1,75,000 മൈലിൻ്റെ അടുത്താണ്. ഇത് ലേലത്തിൽ പോയത് 450 പൗണ്ടിനാണ്, അതായത് ഏകദേശം 45,000 ഇന്ത്യൻ റുപ്പി. ഇത് ഹോണ്ട ജാസ് ആണ്, 2004 മോഡലാണ്, പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം 1,50,000 ഓടിയ വണ്ടിയാണ്. ഇത് ലേലത്തിൽ പോയത് 450 പൗണ്ടിനാണ്, അതായത് ഏകദേശം 45,000 ഇന്ത്യൻ റുപ്പി. ഇത് ജീപ്പിൻ്റെ ചെറോക്ക് എന്ന് പറഞ്ഞ മോഡലാണ്, 2004 മോഡലാണ് വണ്ടി, ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കണ മൈൽ എന്ന് പറഞ്ഞാൽ 1,28,000 മൈലിന് മുകളിലാണ്. ഇത് സെയിലായത് 650 പൗണ്ടിനാണ്, അതായത് ഏകദേശം 65,000 ഇന്ത്യൻ റുപ്പി. ഇത് പ്യൂജിയറ്റിൻ്റെ 206 എന്ന് പറഞ്ഞ മോഡലാണ്, 2004 മോഡലാണ്, ഇതിന് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം ഓടിയണ മൈൽ 76,000 മൈലാണ്. ഇത് ലേലത്തിൽ പോയത് 300 പൗണ്ടിനാണ്, അതായത് ഏകദേശം 30,000 ഇന്ത്യൻ റുപ്പി. ഇത് വോക്സ്വാഗണിൻ്റെ ഗോൾഫ് എന്ന് പറഞ്ഞ മോഡലാണ്, 2004 മോഡലാണ്, പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇത് ലേലത്തിൽ പോയത് 200 പൗണ്ടിനാണ്, അതായത് ഏകദേശം 20,000 ഇന്ത്യൻ റുപ്പി. ഇത് വോക്സ്വാഗണിൻ്റെ പസാറ്റ് എന്ന് പറഞ്ഞ മോഡലാണ്, 2009 മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം 1,70,000 മൈൽ ഓടിയേക്കണ വണ്ടിയാണ്. ഇത് സെയിലായത് 550 പൗണ്ടിനാണ്, അതായത് ഏകദേശം 55,000 ഇന്ത്യൻ റുപ്പി. ഇത് വോക്സ്വാഗണിൻ്റെ ബീറ്റർ എന്ന് പറഞ്ഞ മോഡലാണ്, 2004 മോഡലാണ്, പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കണ മൈൽ എന്ന് പറഞ്ഞാൽ 87,000 മൈലാണ്. ഇത് 200 പൗണ്ടിനാണ് സെയിലായത്, അതായത് ഏകദേശം 20,000 ഇന്ത്യൻ റുപ്പി. ഇത് മിനി കൂപ്പറാണ്, 2007 മോഡലാണ്, പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം 92,000 മൈൽ ഓടിയതാണ്. ഇത് ലേലത്തിൽ പോയത് 350 പൗണ്ടിനാണ്, അതായത് ഏകദേശം 35,000 ഇന്ത്യൻ റുപ്പി. ഇത് ഹുണ്ടായുടെ i30 എന്ന് പറഞ്ഞ മോഡലാണ്, 2007 മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം 1,43,000 മൈൽ ഓടിയ വണ്ടിയാണ്. 250 പൗണ്ടിനാണ് ഇത് ലേലത്തിൽ പോയത്, അതായത് ഏകദേശം 25,000 ഇന്ത്യൻ റുപ്പി. ഇത് മിനി കൂപ്പറാണ്, 2010 മോഡലാണ്, ഇതിന് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം 68,000 മൈൽ ഓടിയ വണ്ടിയാണ്. ഇത് ലേലത്തിൽ പോയത് 1,350 പൗണ്ടിനാണ്, അതായത് ഏകദേശം 1,35,000 ഇന്ത്യൻ റുപ്പി. ഇത് ലാൻഡ് റോവറിൻ്റെ റേഞ്ച് റോവർ സ്പോർട്ടാണ്, 2010 മോഡലാണ്, ഇതിന് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഓടിയേക്കുന്നത് 1,83,000 മൈലാണ്.
1650 പൗണ്ടിനാണ് ഇത് സെയിലായത്. അതായത് ഏകദേശം 1,60,65,000 ഇന്ത്യൻ റുപ്പി. അപ്പോൾ ഗായ്സ്, ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് സ്റ്റക്കായി. ഈ വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ പറ്റാത്ത രീതിയിൽ വീലെല്ലാം സ്റ്റക്കായിപ്പോയി. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഹാൻഡ് ബ്രേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാർ ഓപ്ഷനിൽ നിന്ന് വണ്ടി ലേലം ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ വണ്ടി അവിടെ നിന്ന് മൂവ് ചെയ്യാൻ ഒത്തിരി അവർ നോക്കി, പറ്റുള്ള ലാസ്റ്റ് അവരുടെ തന്നെ വണ്ടി വെച്ച് അവർ കെട്ടി വലിക്കുകയും ചെയ്ത് വീല് 4 സ്റ്റക്കായതുകൊണ്ട് അതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കെട്ടി വലിച്ച റോപ്പ് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഈ ടൈം പോവുകയാണ്, കാരണം ഇത് മാറ്റിയാലാണ് അടുത്ത വണ്ടി ലേലം വിളിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിലൂടെയാണ് വണ്ടികൾ ലേലം വിളിച്ച വണ്ടികൾ പുറത്തോട്ട് പോണ വഴി. അങ്ങനെ ഒടുവിൽ അവരുടെ ടെക്നീഷ്യൻ വന്ന് അവരുടെ വണ്ടിയുടെ പ്രശ്നം റെഡിയാക്കി വണ്ടി പതുക്കെ മൂവ് ചെയ്ത് മാറ്റിച്ചു. അപ്പോൾ ഈ ഗ്യാപ്പിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന മലയാളികളെ കണ്ട് സംസാരിച്ചു. അവരെങ്ങനെ ഇത് അറിഞ്ഞെത്തിയെന്ന് ചോദിച്ചപ്പോൾ അതിൽ കുറച്ച് പേര് എൻ്റെ വീഡിയോസ് കണ്ടാണ് ഇവിടേക്ക് എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ബ്രോ ശരിക്കും ഈ വീഡിയോ കണ്ടിട്ട് വന്നാണ്? അറിയില്ലായിരുന്നു. കാണാം. പിന്നീട് ഞങ്ങൾ മലയാളികളൊക്കെ ചേർന്ന് ഈ വണ്ടിയുടെ റേറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഏകദേശം എത്ര രൂപയ്ക്കാണ് വണ്ടി പോകുമെന്നും പറഞ്ഞ് ഞങ്ങൾ ഏകദേശം ഓരോ വണ്ടികളുടെ മാർക്കറ്റ് പഠിച്ചു തുടങ്ങി. എന്ത് വിലക്കോ? നോ ഐഡിയ. എന്ത് വിലക്കോ? വല്ല ഐഡിയ ഉണ്ടോ? എത്ര? 6 5,300 പോയി. പിന്നെ ഈ കപ്പിൾസിനെ പറ്റി ഒത്തിരി പറയേണ്ടി വരും. ഒത്തിരി ദൂരെ നിന്നാണ് ഒരു ലേലം വിളിക്കാനായിട്ട് വന്നിരുന്നത്. പൊതുവേ വണ്ടിയോട് താല്പര്യമുള്ള പെണ്ണുങ്ങളെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഓരോ വണ്ടിയുടെ സ്പെക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇവർ പൊളി കപ്പിൾസാണ്. രണ്ടുപേരും ഒരേ മൈൻഡാണ്. വന്ന അപ്പം മുതൽ ഇവർ പറയുന്നത് വണ്ടികളെക്കുറിച്ച്, വണ്ടികളുടെ മോഡലിനെ കുറിച്ചാണ്. വേറെ ഒന്നും അവിടെ സംസാരിച്ചിട്ടില്ല. ഇത് പ്യൂജേറ്റിൻ്റെ RCZ എന്ന് പറഞ്ഞ മോഡലാണ്. 2014 മോഡലാണ്. കൂടാതെ പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം ഓടിയ മൈൽ എന്ന് പറഞ്ഞാൽ 80,000 മൈലാണ്. 950 പൗണ്ടിനാണ് സെയിലായത്. 95,000 ഇന്ത്യൻ റുപ്പി. ഇത് ഹോണ്ട സിവിക്കാണ്. 2008 മോഡലാണ്. ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കുന്നത് 1,62,000 മൈലാണ്. 500 പൗണ്ടിനാണ് ഇത് സെയിലായത്. അതായത് ഏകദേശം 50,000 ഇന്ത്യൻ റുപ്പി. ഇത് ജാഗോറിൻ്റെ XF എന്ന് പറഞ്ഞ മോഡലാണ്. 2009 മോഡലാണ് വണ്ടി. ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കണ 73,000 മൈലാണ്. 900 പൗണ്ടിനാണ് ഇത് സെയിലായത്. അത് ഏകദേശം 90,000 ഇന്ത്യൻ റുപ്പി. 2009 മോഡൽ ലാൻഡ് റോവറിൻ്റെ ഡിസ്കവറി എന്ന് പറഞ്ഞ മോഡലാണ്. ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം 1,81,000 മൈൽ ഓടിയുണ്ട്. 2,700 പൗണ്ടിനാണ് ഇത് സെയിലായത്. അതായത് 2,70,000 ഇന്ത്യൻ റുപ്പി. ഇത് ഫോർഡ് ഗാലക്സി എന്ന് പറഞ്ഞ മോഡലാണ്. 2014 മോഡലാണ് വണ്ടി. ഡീസൽ എഞ്ചിനാണ് ഇത് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കുന്നത് 93,000 മൈലാണ്. 1,350 പൗണ്ടിനാണ് ഇത് സെയിലായത്. അതായത് ഏകദേശം 1,30,000 ഇന്ത്യൻ റുപ്പി. ഇത് ഓടി A3 ആണ്. 2011 മോഡലാണ്. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം ഓടിക്കുന്നത് 93,000 മൈലാണ്. 1,100 പൗണ്ടിനാണ് ഇത് സെയിലായത്. അതായത് ഏകദേശം 1,10,000 ഇന്ത്യൻ റുപ്പി. ഡാസിയയുടെ ഡസ്റ്റർ എന്ന് പറഞ്ഞ മോഡലാണ്. 2013 മോഡലാണ്. ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കുന്നത് 76,000 മൈലാണ്. ഇത് 800 പൗണ്ടിനാണ് സെയിലായത്. ഏകദേശം 80,000 ഇന്ത്യൻ റുപ്പി. ഇത് മസ്ത 3 ആണ്. 2011 മോഡലാണ്. ഇത് പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഏകദേശം 85,000 മൈൽ ഓടിയതാണ്. 900 പൗണ്ടിനാണ് ഇത് സെയിലായത്. അതായത് ഏകദേശം 90,000 ഇന്ത്യൻ റുപ്പി. ഇത് നിസാൻ്റെ നോട്ട് എന്ന് പറഞ്ഞ മോഡലാണ്. 2010 മോഡലാണ് വണ്ടി. ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കണ 79,000 മൈലാണ്. 800 പൗണ്ടിനാണ് ഇത് സെയിലായത്. അതായത് ഏകദേശം 80,000 ഇന്ത്യൻ റുപ്പി. ഇത് ഹോണ്ട സിവിക്കാണ്. 2006 മോഡലാണ്. പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം 1,43,000 മൈൽ ഓടിയതാണ്. 900 പൗണ്ടിനാണ് ഇത് സെയിലായത്. അതായത് ഏകദേശം 90,000 ഇന്ത്യൻ റുപ്പി. ഇത് ലാൻഡ് റോവറിൻ്റെ ഫ്രീലാൻഡർ എന്ന് പറഞ്ഞ മോഡലാണ്. 2008 മോഡലാണ്. ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം 1,64,000 മൈൽ ഓടിയതാണ്. 750 പൗണ്ടിനാണ് ഇത് സെയിലായത്. അതായത് 75,000 ഇന്ത്യൻ റുപ്പി. ഇത് 2012 മോഡൽ ഫോർഡ് ഫിയസ്റ്റയാണ്. പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം 79,000 മൈൽ ഓടിയതാണ്. 1,600 പൗണ്ടിനാണ് ഇത് സെയിലായത്. അതായത് 1,60,000 ഇന്ത്യൻ റുപ്പി. ഇത് ഓടി A5 ആണ്. 2012 മോഡലാണ്. ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കണ 90,000 മൈലാണ്. 2,900 പൗണ്ടിനാണ് ഇത് പോയത്. ഏകദേശം 2,90,000 ഇന്ത്യൻ റുപ്പി. ഇത് സ്കോഡയുടെ എറ്റി എന്ന് പറഞ്ഞ മോഡലാണ്. 2013 മോഡലാണ്. ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കണ 1,50,000 മൈലാണ്.
ഇത് സെയിലായത് 1950 പൗണ്ടിനാണ്, അതായത് ഏകദേശം 1,95,000 ഇന്ത്യൻ റുപ്പി. ഇത് ഡാസിയയുടെ ഡസ്റ്ററാണ്, 2014 മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഏകദേശം ഇത് 25,000 മൈല ഓടിയിട്ടുള്ളൂ. ഇത് സെയിലായത് 3,40,000 ഇന്ത്യൻ റുപ്പി. ഇത് ഓഡി A4 ആണ്, 2014 മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം 1,32,000 മൈൽ ഓടിയതാണ്. 2,500 പൗണ്ടിനാണ് ഇത് സെയിലായത്, അതായത് ഏകദേശം 2,50,000 ഇന്ത്യൻ റുപ്പി. ഇത് ഹോണ്ട CR-V ആണ്, 2011 മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം ഓടിയത് 84,000 മൈലാണ്. 3,100 പൗണ്ടിനാണ് ഇത് സെയിലായത്, അതായത് ഏകദേശം 3,10,000 ഇന്ത്യൻ റുപ്പി. ഇത് BMW X1 ആണ്, 2012 മോഡലാണ്, ഇതിന് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം 1,21,000 മൈൽ ഓടിയതാണ്. 1,400 പൗണ്ടിനാണ് ഇത് സെയിലായത്, അതായത് ഏകദേശം 1,40,000 ഇന്ത്യൻ റുപ്പി. വോക്സ് വാഗൻ്റെ പോളോ എന്ന് പറഞ്ഞ മോഡലാണ്, 2011 മോഡലാണ്, ഇതിന് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം 1,12,000 മൈൽ ഓടിയതാണ്. 800 പൗണ്ടിനാണ് ഇത് സെയിലായത്. ഫോർഡ് ഫിയസ്റ്റയാണ്, 2015 മോഡലാണ്, പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം 1,15,000 മൈൽ ഓടിയതാണ്. 1,200 പൗണ്ടിനാണ് ഇത് സെയിലായത്, അതായത് ഏകദേശം 1,20,000 ഇന്ത്യൻ റുപ്പി. ഇത് ലാൻഡ് റോവറിൻ്റെ റേഞ്ച് റോവർ ഇവോക്ക് എന്ന് പറഞ്ഞ മോഡലാണ്, 2013 മോഡലാണ് വണ്ടി, ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം 1,30,000 മൈൽ ഓടിയതാണ്. 3,600 പൗണ്ടിനാണ് ഇത് സെയിലായത്, അതായത് ഏകദേശം 3,60,000 ഇന്ത്യൻ റുപ്പി. ഇത് ഓഡി A4 ആണ്, 2009 മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം ഓടിയത് 1,69,000 മൈലാണ്. ഇത് സെയിലായത് 850 പൗണ്ടിനാണ്, അതായത് ഏകദേശം 85,000 ഇന്ത്യൻ റുപ്പി. ഇത് കിയ ഒപ്റ്റിമ എന്ന് പറഞ്ഞ മോഡലാണ്, 2012 മോഡലാണ് വണ്ടി, ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഈ വണ്ടി സെയിലായത് 1,550 പൗണ്ടിനാണ്, അതായത് ഏകദേശം 1,55,000 ഇന്ത്യൻ റുപ്പി. ഇത് വോൾവോൻ്റെ V60 എന്ന് പറഞ്ഞ മോഡലാണ്, 2018 മോഡലാണ് വണ്ടി, ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. അതുപോലെ 94,000 മൈലാണ് ഈ വണ്ടി ഓടിയേക്കുന്നത്. 6,700 പൗണ്ടിനാണ് ഈ വണ്ടി സെയിലായത്, അതായത് ഏകദേശം 6,70,000 ഇന്ത്യൻ റുപ്പി. മെയ്സറസ് ബെൻസിൻ്റെ A-ക്ലാസ് ആണ്, 2017 മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം 63,000 മൈല ഓടിയിട്ടുള്ളൂ. 6,700 പൗണ്ടിനാണ് ഇത് സെയിലായത്, അതായത് ഏകദേശം 6,70,000 ഇന്ത്യൻ റുപ്പി. മെയ്സറസ് ബെൻസിൻ്റെ C-ക്ലാസ് ആണ്, 2016 മോഡലാണ് വണ്ടി, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏകദേശം ഓടിയേക്കുന്നത് 1,22,000 മൈലാണ്. 4,300 പൗണ്ടിനാണ് ഈ വണ്ടി സെയിലായത്, അതായത് ഏകദേശം 4,30,000 ഇന്ത്യൻ റുപ്പി. ഇത് ഓഡി A4 ആണ്, 2019 മോഡലാണ്, ഇതിന് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഏകദേശം 89,000 മൈല ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. 6,700 പൗണ്ടിനാണ് ഈ വണ്ടി സെയിലായത്, അതായത് ഏകദേശം 6,70,000 ഇന്ത്യൻ റുപ്പി. ഇത് സ്കോഡ ഒക്ടാവിയാണ്, 2016 മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം 2,02,000 മൈലിന് മുകളിൽ ഓടിയ വണ്ടിയാണ്. ഇത് സെയിലായത് 1,250 പൗണ്ടിനാണ്, അതായത് ഏകദേശം 1,27,000 ഇന്ത്യൻ റുപ്പി. ഇത് ഓഡി SQ7 എന്ന് പറഞ്ഞ മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇത് 2020 മോഡലാണ് വണ്ടി. ഇത് ഏകദേശം ഓടിയേക്കുന്നത് 41,000 മൈൽ മാത്രമാണ്. 44,000 പൗണ്ടിനാണ് ഈ വണ്ടി സെയിലായത്, അതായത് ഏകദേശം 44 ലക്ഷം ഇന്ത്യൻ റുപ്പി. വണ്ടി വിളിക്കാനായിട്ട് ലേലം വിളിക്കാനായിട്ട് വന്നാണ് ബ്രോ, അത് വെറുതെ കാണാനായിട്ട് വന്നാണ്? ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാ വണ്ടികളൊക്കെ നല്ല എന്താ പറയണേ, നമുക്ക് ഒരിക്കലും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്? കുറവാണ്, ഒരു നമ്മൾക്കൊരു സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല റേറ്റ് ഉള്ളതുണ്ട്, റേറ്റ് കുറഞ്ഞതും കൂടി എല്ലാ റേറ്റിലും ഉണ്ട്. റിസ്ക് ആണല്ലേ? റിസ്ക് ആണ്, വണ്ടിയെ ഓടിച്ചു നോക്കാൻ പറ്റില്ല, എന്താണ് രണ്ടും കൽപ്പിച്ചെടുക്കുക, കിട്ടിയാ കിട്ടി പോയാ പോയി, പിന്നെ വന്നോടത്ത് കാണാന്നുള്ള രീതിയിൽ. ഹായ് ബ്രോ, എങ്ങനെയുണ്ടായിരുന്നില്ല ഏലംപുളി? എങ്ങനെയുണ്ടായിരുന്നു? ഏലംപുളി ടൈം പാസ് ആണ്, പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഫൺ എന്നുള്ള രീതിയിൽ വരാം. പിന്നെ നല്ല വിലക്കാണ് വണ്ടി പോകുന്നത്, തറവിലക്ക് പോകുന്ന വണ്ടിയൊക്കെയാണ്. വലിയ റേറ്റ് കുറവ് എന്ത് തോന്നുന്നു? റേറ്റ് കമ്പാരിറ്റീവ്ലി ഉണ്ട്, നമ്മൾ എങ്ങനെ കളിച്ചാലും റേറ്റ് കൂടുതലാണ്. പിന്നെ നമ്മൾ എടുത്തിട്ട് പണിയാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വലിയ ലാഭം ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളും ഫസ്റ്റ് ടൈമാണ്, ജസ്റ്റ് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാതെ പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ വന്ന് എന്റർടൈൻമെന്റ് ആണ്. ജസ്റ്റ് ഇതിനകത്ത് വിളിക്കുന്ന ആൾക്കാരുണ്ട്, നല്ല വിലക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്.